തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം പള്ളികളിലെ ബാങ്ക് വിളിക്കെതിരായി നൽകിയ പൊതുതാൽപര്യ ഹർജി രൂക്ഷ വിമർശനത്തോടെ ഗുജറാത്ത് ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സുനിത അഗർവാൾ, ജസ്റ്റിസ് അനിരുദ്ധമയി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ഹർജി തീർത്തും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും പകൽ സമയത്ത് 5 തവണ പള്ളികളിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ച് ബാങ്ക് വിളിക്കുന്നത് ശബ്ദമലിനീകരണം ഉണ്ടാക്കില്ലെന്നും ഗുജറാത്ത് ഹൈക്കോടതി വ്യക്തമാക്കി. മാത്രമല്ല 10 മിനിറ്റ് ബാങ്ക് വിളി ശബ്ദമലിനീകരണം ആവുന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലെ ഭജനയും ആരതിയും ശബ്ദമലിനീകരണമല്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. പള്ളികളിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നത് ശല്യത്തിനും ശബ്ദമലിനീകരണത്തിനും കാരണമാവുമെന്നായിരുന്നു ഡോക്ടർ ധർമ്മേന്ദ്ര പ്രജാപതി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജിക്കാരൻ പറയുന്നതെന്ന് ഹൈക്കോടതി ബെഞ്ച് ആരാഞ്ഞു. നിങ്ങൾ ശല്യപ്പെടുത്താത്ത സംഗീതം പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സംഗീതം കേൾക്കുന്നത് വീട്ടിലാണെന്നും പള്ളി പോലെയുള്ള പൊതുസ്ഥലത്തല്ലെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ DG ശുക്ല വാദിച്ചു. എന്നാൽ ഞങ്ങൾ വീടുകളിൽ കേൾക്കുന്ന സംഗീതത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നതെന്നും നിങ്ങൾ ക്ഷേത്രത്തിൽ ഭജനയ്ക്കോ ആരതിക്കോ വേണ്ടി ഉച്ചത്തിൽ സംഗീതം വായിക്കുന്നതിനെ കുറിച്ചാണെന്നും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി. ശല്യപ്പെടുത്തലല്ലേ? എങ്കിൽ പിന്നെ എങ്ങനെയാണ് ബാങ്ക് വിളി ശല്യമുണ്ടാക്കുന്നത്? ഇത് കുറച്ച് മിനിറ്റുകൾക്കുള്ളതാണ്. ദിവസം മുഴുവനുമായാൽ 10 മിനിറ്റിൽ താഴെയാണെന്നും ചീഫ് ജസ്റ്റിസ് സുനിത അഗർവാൾ ചൂണ്ടിക്കാട്ടി. ബാങ്ക് വിളി സമയത്ത് ശബ്ദം എത്ര ഡെസിബൽ ഉയരുമെന്ന് കോടതി ചോദിച്ചു. മനുഷ്യ ശബ്ദം ഉച്ചഭാഷണികളിലൂടെ അനുവദനീയമായ പരിധിക്കപ്പുറം ശബ്ദ ഡെസിബലുകൾ ഉയർത്തുന്നതെങ്ങനെയെന്ന് തെളിയിക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിങ്ങളുടെ DJ വളരെയധികം മലിനീകരണം സൃഷ്ടിക്കുന്നു. ഞങ്ങൾ ഇത്തരമൊരു പൊതുതാൽപര്യ ഹർജി സ്വീകരിക്കുന്നില്ല. ബാങ്ക് വിളി വർഷങ്ങളായി ഒരുമിച്ച് നടക്കുന്ന വിശ്വാസവും ആചാരവുമാണ്. ഇത് 10 മിനിറ്റ് പോലും തികയില്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ക്ഷേത്രങ്ങളിലെ ആരതിയിൽ നിന്ന് വ്യത്യസ്തമായി ദിവസത്തിൽ 5 തവണയാണ് ബാങ്ക് വിളി നടക്കുന്നതെന്നായിരുന്നു ഹർജിക്കാരന്റെ അഭിഭാഷകന്റെ വാദം. അതിനും കോടതി കൃത്യമായ മറുപടിയാണ് നൽകിയത്. നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ അതിരാവിലെ ആരംഭിക്കുന്ന താളവാദ്യങ്ങളുള്ള പ്രഭാത ആരതി ആരെയും ശല്യപ്പെടുത്തുന്നില്ലേ? അതിന്റെ ആരവം ക്ഷേത്ര പരിസരത്ത് മാത്രം നിലനിൽക്കുമെന്ന് പറയാമോ? പരിസരത്തു നിന്ന് പുറത്തു കടക്കുകയില്ലേ എന്നും ചീഫ് ജസ്റ്റിസ് അഗർവാൾ മറുചോദ്യം ഉന്നയിച്ചു. ഇതിന് ചില പൊതുസ്ഥലങ്ങളിൽ ഉച്ചഭാഷിണി പോലുള്ള പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉപയോഗിക്കാൻ അനുവദിക്കാത്ത ശബ്ദമലിനീകരണ നിയമങ്ങൾ നിലവിലുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്തായാലും ഒരു ദിവസം 10 മിനിറ്റിൽ താഴെ മാത്രം നടക്കുന്ന ബാങ്ക് വിളി ശബ്ദമലിനീകരണത്തിന് കാരണമാവില്ലെന്നും ബെഞ്ച് ഉറപ്പിച്ചു പറഞ്ഞു. ശബ്ദമലിനീകരണം എത്ര ഡെസിബലിന്റെ അളവിലുള്ളതാണ്? 10 മിനിറ്റിനുള്ളിൽ എത്ര ഡെസിബൽ ഉയരുന്നു? അത് എത്രമാത്രം മലിനീകരണത്തിന് കാരണമാവും? ബാങ്ക് വിളി സമയത്ത് ഏതെങ്കിലും പ്രത്യേക പ്രദേശത്ത് ഡെസിബൽ അളവ് അളന്നിട്ടുണ്ടോ എന്ന് കാണിക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഉച്ചഭാഷണിയിലൂടെ ബാങ്ക് വിളി നടക്കുന്ന പ്രദേശങ്ങളിൽ വിവിധ സമുദായങ്ങളിലും മതങ്ങളിലും പെട്ട ആളുകൾ താമസിക്കുന്നുണ്ടെന്നും അത് അസ്വസ്ഥതകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നുവെന്നുമാണ് ഹർജിക്കാരൻ വാദിച്ചത്. ഇത് തീർത്തും തെറ്റിദ്ധാരണാജനകമായ ഒരു പൊതുതാൽപര്യ ഹർജിയാണ്. ഉച്ചഭാഷണിയിലൂടെ ബാങ്ക് വിളിക്കുമ്പോഴുണ്ടാവുന്ന മനുഷ്യ ശബ്ദം പൊതുജനാരോഗ്യത്തിന് ഹാനികരമാവുന്ന ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്ന തരത്തിൽ ഡെസിബൽ എങ്ങനെ ഉയരുമെന്ന് മനസ്സിലാവുന്നില്ല. അതിനാൽ ഈ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ കാരണങ്ങളൊന്നും കാണുന്നില്ല. ആയതിനാൽ ഹർജി തള്ളിക്കളയുന്നുവെന്ന് പറഞ്ഞാണ് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.